നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പർവ്വതങ്ങൾക്ക് സ്ഥാനമാറ്റമുണ്ടായേക്കാം, കടല് വറ്റിപ്പോയേക്കാം, സൂര്യചന്ദ്രന്മാർ ഉദിച്ചില്ലെന്ന് വരാം. പക്ഷേ എന്റെ ബാലേട്ടനെ ഞാൻ മറക്കില്ല. ഒടുവിൽ അടികൊണ്ട് എന്റെ ബോധം പോയി. അവിടെ കിടന്ന് മരിച്ചാലും എനിക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു ബാലേട്ട. എന്റെ ബാലേട്ടന് വേണ്ടിയല്ലേ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല സുസ്മിതേ. അയ്യോ ബാലേട്ട, ബാലേട്ടന് എന്തിനാണോ പുറപ്പാടാ? ബാലചന്ദ്രന്റെ പെണ്ണിനെ തൊട്ട കൈപൊള്ളൂന്ന് ആ പത്മാവതിയും ചൈന കോളനിയിലെ പെണ്ണുങ്ങളും അറിയണം. ഇപ്പൊ അതൊന്നും വേണ്ട ബാലേട്ട. നമുക്ക് സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിച്ച പോരെ. എന്നാ വാ, നമുക്കേ റിസോർട്ടിലോട്ട് പോവാം. ബാലേട്ടന്റെ ഒരു കാര്യം, ബാലേട്ടൻ ഇവിടെ വന്ന് റേസിൽ പങ്കെടുക്കാനല്ലേ? അത് പോയാ പോട്ടെ, 2 ലക്ഷം ഉലുവയനല്ല, കാശല്ലോ നമുക്ക് പ്രധാനം. പിന്നെ എന്തുവാടാ വാങ്ങി? സൂക്ഷ്മ കുട്ടിക്ക് എന്താ ഒരു ഉത്സാഹം ഇല്ലാത്തത്? അത് ബാലേട്ടാ, ബാലേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അടിയും കൊണ്ട് പുളിയും കുടിച്ച് ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കിരീടവും ചെങ്കോലുമായിട്ട് വിജയിച്ചു വരുന്ന ബാലചന്ദ്രനെ ആവണം ഈ സുസ്മിത മാലയിട്ട് സ്വീകരിക്കേണ്ടത്. അതാ പറഞ്ഞത്, പോയി തല്ലി തീർക്കാമെന്ന്. തല്ലി തീർക്കല്ല ബാലേട്ട പോംവഴി. ആ കോളനിയിലെ 4 ചാവാലി പെണ്ണുങ്ങൾ കൈവച്ചു എന്ന് കരുതി നമുക്കെന്താ? ഒപ്പത്തിനൊപ്പമല്ലാത്തവരെ ശത്രുവായിപ്പോലും പരിഗണിക്കാൻ പാടില്ലെന്നാ. നായെ കുരച്ചാലും ചന്ദ്രനൊന്നും സംഭവിക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? ബാലേട്ടനെ ചതിച്ച ശാലിനിയും എന്നെ ചതിച്ച വിഷ്ണുവേട്ടനുമാ നമ്മുടെ ശത്രുക്കൾ. അവരെയാ നമുക്ക് തോൽപ്പിക്കേണ്ടത്. അതിനുള്ളൊരു സുവർണ അവസരം ഇപ്പൊ വന്നു ചേർന്നിരിക്കുക. വിഷ്ണുവേട്ടനും മത്സരിക്കുന്നുണ്ട് ഈ റേസിൽ. കാഴ്ചക്കാരിയായി ശാലിനി എത്തിയിട്ടുണ്ട്. സമ്മാനദാനം നിർവഹിക്കുന്നത് ഭാമാണ്ടിയ. ഈ റേസിൽ ബാലേട്ടൻ ജയിച്ചാ തോൽക്കുന്നത് ശാലിനിയും വിഷ്ണുവേട്ടനുമായിരിക്കും. ശാലിനിയുടെ മുന്നിൽ വെച്ച് വിഷ്ണുവേട്ടൻ തോൽക്കുമ്പോഴേ വിഷ്ണുവേട്ടനേക്കാൾ മിടുക്കനാ ബാലേട്ടെന്ന് ശാലിനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നേക്കാൾ മിടുക്കനായ ഒരാളാണ് സുസ്മിതയ്ക്ക് കൂട്ടെന്ന് വിഷ്ണുവേട്ടനും മനസ്സിലാവും. സ്വന്തം അമ്മയുടെ കൺമുന്നിൽ വെച്ചാവണം വിഷ്ണുവേട്ടൻ തോൽക്കാൻ. മകനെ തോൽപ്പിച്ച ബാലേട്ടനെ പൂമാലയിട്ട് സ്വീകരിക്കും ഭാമാൻഡി. ആ മാല കഴുത്തിലിട്ടോണ്ട് ബാലേട്ടൻ വേദിയിൽ നിന്ന് താഴേക്കിറങ്ങി വരണം. അതേ മാല കഴുത്തിലിടാൻ നാട്ടുകാരെല്ലാം നോക്കി നിൽക്കെ തന്നെ തല കുനിച്ചു തരൂ ഈ സുസ്മിത. സത്യം? സത്യം. പോയി ജയിച്ചു വാ. വാക്ക് പാലിച്ചിരിക്കും സുസ്മിക്കുട്ടി. മരിച്ചാൽ ഈ റേസ് ജയിച്ചിരിക്കും ബാലേന്ദ്രൻ. ശരിയാക്കി തരാം. നീ മരിച്ചാലും എനിക്കൊന്നുമില്ലട വായ്നോക്കി. തൽക്കാലം വിഷ്ണുവേട്ടനെ തോൽപ്പിച്ച് കാണിക്ക. ശാലിനി ജയിക്കാൻ സമ്മതിക്കില്ല ഞാൻ. കുടുംബശ്രീ ഹോട്ടലും അവളുടെ വീടും കുളം തോണ്ടണം. അവളുടെ അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും കണ്ണീര് കൊണ്ടത് നിറയണം. എന്നാലേ എന്റെ വിഷ്ണുവേട്ടനെ തട്ടിയെടുത്തതിനുള്ള ശിക്ഷ അല്പമെങ്കിലും ആകൂ ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.